ഹായ്, അശ്വിനി സുരേഷ്, NLP പ്രാക്ടീഷണർ ആൻഡ് ലൈഫ് കോച്ച്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേഡീസിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ട്രോമാസിനെ പറ്റിയാണ്. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ച് വളരുന്ന സമയത്ത് പലതരത്തിലും ആ കുട്ടീനെ റെസ്ട്രിക്റ്റ് ചെയ്യും. നീ ഒരു പെൺകുട്ടിയല്ലേ, നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പലതരത്തിലുള്ള സ്ട്രെസ്ഫുള്ളായ അങ്ങനത്തെ ഇൻസിഡൻറ്റുകളൊക്കെ ആ കുട്ടീൻ്റെ ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവാം. അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലായാലും ടീച്ചേഴ്സൊക്കെ പല രീതിയിൽ പെൺകുട്ടികളെ കൂടുതൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നീ ഒരു പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ ആ ഒരു ഇത് കൂടുതലായിട്ട് ലേഡീസിൻ്റെ കാര്യത്തിൽ കേൾക്കാറുണ്ട്. അപ്പം ഇതൊക്കെയും ഈ ഒരു നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ പെയിൻഫുള്ളായിട്ട് നമ്മൾ അവരെ വഴക്ക് പറയുന്നതോ ഇതൊക്കെയും അവർ പലതരത്തിലുള്ള ഇമോഷണൽ പെയിൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതൊക്കെയും ട്രോമാസായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലും നമുക്കറിയാം പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു സ്ഥലത്തും ഇതേപോലത്തെ വാക്കുകൾ പലതും അവർക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയും അവർക്ക് പലതരത്തിലുള്ള ഇതേപോലത്തെ ട്രോമാസ് ട്രിഗർ ചെയ്യും. ഓൾറെഡി ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ പലതരത്തിലുള്ള ട്രോമാസൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രോമാസ് ഇവിടെ വന്ന ശേഷവും അവർ ആ ഒരു ഇതിൽ കടന്നു പോകുന്ന സമയത്ത് ഇതൊക്കെ ട്രിഗർ ചെയ്യും. ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഡെയിലി ലൈഫിൽ വളരെയേറെ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലതൊക്കെ എന്താ ഇതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് നമുക്ക് നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് കോസ് അവരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ ഇങ്ങോട്ട് അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയും നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം? ഒരു പെൺകുട്ടി ആയാൽ അവരെ ഈക്വലി ഒരു ആൺകുട്ടീൻ്റെ സെയിം റെസ്പെക്റ്റിൽ നമുക്ക് കാണാം. എല്ലാ രീതിയിലും ഈക്വൽ റെസ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് അവർക്ക് ഒരു വീട്ടിലുള്ള പാരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ചുറ്റുള്ള അറ്റ്മോസ്ഫിയറിലുള്ള അവരെ കണക്റ്റഡായി നിൽക്കുന്ന ആരായാലും ഒരു പെൺകുട്ടിക്ക് വളരെ ഏറെ ഒരു കംഫർട്ടായ ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ലവബിൾ, ക്യാരിങ്, പ്രൊട്ടക്റ്റബിൾ ആയിട്ടുള്ള അങ്ങനത്തെ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈ രീതിയിലുള്ള മെൻ്റൽ ട്രോമാസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഈ മെൻ്റൽ ട്രോമാസൊക്കെ ഒരു ഏജ് എത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ലിമിറ്റ് വിട്ടുപോകും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ആവുമെന്ന് പറഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസിന് മെഡിസിനൊക്കെ എടുത്തു, എത്ര ആയാലും ഇത് മാറുന്നില്ല, എന്താ ഇതിന് കാരണം എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ മെഡിസിനൊക്കെ കൊടുത്ത് അവരെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇനി മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സ്റ്റേജസിലൊക്കെ ചില കേസസിൽ എത്തുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ക്ലയൻസിനെ നമ്മൾ മൈൻഡ് തെറപ്പി ചെയ്യുന്ന സമയത്ത് അവരെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഈ ചൈൽഡ്ഹുഡ് നടന്ന അങ്ങനത്തെ ട്രോമാസൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അവർക്ക് തെറപ്പീസൊക്കെ കൊടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിൽ നിന്നൊക്കെ അവർ റിക്കവറായി വരുന്ന സമയത്ത് അവർ ഫിസിക്കൽ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രസ്സൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെ ഏറ്റവും ഒരു കംഫർട്ട് സോണിൽ വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. ലവിങ്, കെയറിങ്, പ്രൊട്ടക്ഷന്, അതുപോലെ സെൽഫ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവരെ നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമ്മൾ അവരെ പവർഫുള്ളാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതികൾ, അല്ലാതെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ വിഷയങ്ങൾ ലേഡീസിൻ്റെ ലൈഫിൽ പെൺകുട്ടികളുടെ ലൈഫിൽ വരാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.